ഹായ് ഫ്രണ്ട്സ്, മെൻസ്റ്റാക്ക് ഒപ്റ്റിമൈസേഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ സീരീസിൽ ഒരു മെൻസ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഏതൊക്കെ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട് മെൻസ്റ്റാക്ക് യൂസ് ചെയ്തിട്ട് വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണതൊക്കെ. പക്ഷേ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്, അതായത് മെൻസ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഒപ്റ്റിമൈസ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ തീരെ കുറവാണെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ഈ സീരീസിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ടായിരിക്കും. ഒരു ഫീച്ചർ ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യും, അതിനുശേഷം അതെങ്ങനെ ഏതൊക്കെ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് ഒരു ബെറ്റർ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ സീരീസിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് അതിൽ എന്തൊക്കെ വരും? ഫാസ്റ്റർ ലോഡിങ് വരും, സ്മൂത്തർ യൂസർ എക്സ്പീരിയൻസ്, ലെസ്സർ സെർവർ ലോഡ്, സ്കെയിലബിൾ ആയിരിക്കണം, ഒരുപാട് യൂസേഴ്സിന് ഒരു തടസ്സവും കൂടാതെ അത് നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റണം, പിന്നെ ബെറ്റർ മെമ്മറി യൂസേജ്, പിന്നെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഈ ഒപ്റ്റിമൈസേഷനിൽ വരുന്നത്. പിന്നെ ഒപ്റ്റിമൈസേഷൻ ഓഫ് കോഴ്സ് ഏതൊക്കെ ഇതിൽ വരും? ഫ്രണ്ട് എൻഡ് ചെയ്യണം, ബാക്ക് എൻഡ്, ഡാറ്റാബേസ്, പിന്നെ ഇത് ഹോസ്റ്റ് ചെയ്തതിനു ശേഷം നെറ്റ്വർക്കിങ്ങിൽ ഒപ്റ്റിമൈസ് ചെയ്യണം. ഇതെല്ലാം ഒപ്റ്റിമൈസേഷൻ പാർട്ടിൽ വരുന്നുണ്ട്. പിന്നെ ഈ സീരീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീ റിക്വസ്റ്റ് ആയിട്ട് വരുന്നത് മെൻസ്റ്റാക്കിന്റെ ഒരു ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നോളജും കാര്യങ്ങളൊക്കെ വേണം. ഡാറ്റാബേസ് നമ്മൾ MongoDB NoSQL ഡാറ്റാബേസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ സെർവർ സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നോഡും എക്സ്പ്രസ് ഫ്രെയിംവർക്ക് ആയിരിക്കും നമ്മൾ സെർവറും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഫ്രണ്ട് എൻഡിൽ റിയാക്ട് ലൈബ്രറി ആയിരിക്കും യൂസർ ഇന്റർഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് നോളജ് വേണം ഈ സീരീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് എൻഡിൽ നിന്നായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷൻ ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബെറ്റർ അപ്രോച്ച് എന്ന് പറയുന്നത് ബാക്ക് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബാക്ക് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബാക്ക് എൻഡ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനും മറ്റും നമ്മൾ പോസ്റ്റ്മാൻ ആയിരിക്കും യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ മെയിൻ ആപ്പ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്ത് VS കോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യലാണ്. നമ്മളിവിടെ ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫോൾഡേഴ്സ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യണത്. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്കെയിലബിൾ ചെയ്യാനാണെങ്കിലും പിന്നെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അത് മാത്രമല്ല നമ്മൾ ഗിറ്റ് റെപ്പോയും സെപ്പറേറ്റഡ് ആയിട്ട് ഫ്രണ്ട് എൻഡിനും ബാക്ക് എൻഡിനും വേണ്ടി സെപ്പറേറ്റ് റെപ്പോയെ ആയിരിക്കും കീപ്പ് ചെയ്യാൻ പോണത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബാക്ക് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ട്. ബാക്ക് എൻഡ് ദെൻ ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ ഇൻ ഇൻ്റഗ്രേറ്റഡ് ടെർമിനൽ. ദെൻ നമുക്ക് പ്രോജക്റ്റ് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് npm യൂസ് ചെയ്യാണ്. npm init -y കൊടുക്കുകയാണ്. ബൈ ഡിഫോൾട്ട് എല്ലാ പ്രോംപ്റ്റിനും എസിന് വേണ്ടിയിട്ടാണ് -y കൊടുക്കുന്നത്. ദെൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ package.json ഫയൽ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഞാൻ ഈ സീരീസിൽ npm ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് pnpm യൂസ് ചെയ്യാനായിരിക്കും. pnpm യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രോജക്റ്റിനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നോഡ് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഗ്ലോബലായിട്ടൊരു നോഡ് മൊഡ്യൂൾസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അതിലോട്ടായിരിക്കും നമ്മൾ ഓരോ പ്രോജക്റ്റിൻ്റെയും നോഡ് മൊഡ്യൂൾസിൻ്റെ റെഫറൻസ് പോകുന്നത്. സോ pnpm യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നോഡ് മൊഡ്യൂൾസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. കമാൻഡൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഈ npmന് പകരം pnpm യൂസ് ചെയ്താൽ മതി. ഇങ്ങനെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇൻസ്റ്റാളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാളിന് പകരമായിട്ട് എന്തായിരിക്കും ഹാർഡായിരിക്കും യൂസ് ചെയ്യുന്നത്. അത്രമാത്രം വ്യത്യാസമുള്ളൂ. ഈ സീരീസിൽ എന്തായാലും npm ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇനീഷ്യലി തന്നെ pnpm യൂസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം 2-3 പ്രോജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവിടെ pnpm യൂസ് ചെയ്യാം. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ package.json ഫയലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബൈ ഡിഫോൾട്ട് നോഡിൽ കോമൺ JS ആണ് യൂസ് ചെയ്യുന്നത്. കോമൺ JS എന്ന് പറയുന്നത് ഒരു പഴയ അപ്രോച്ചാണ്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ES മൊഡ്യൂൾസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് മാറ്റി കൊടുക്കാം. ടൈപ്പ് മൊഡ്യൂൾ ആക്കി കൊടുക്കണം. മൊഡ്യൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടും എക്സ്പോർട്ട് പോലെയുള്ള കീവേഡുകൾ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ ഇതെന്ന് പറയുന്നത് റിക്വയർ അല്ലെങ്കിൽ module.export ഒക്കെ ആയിരിക്കും അതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ മോഡേൺ അപ്രോച്ച് ആയിട്ടുള്ള ES മൊഡ്യൂളായിരിക്കും നമ്മുടെ ഈ സീരീസിൽ ഫോളോ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം. സ്ക്രിപ്റ്റിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് കൊടുക്കാം. dev എന്ന് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യണം, സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്ക്രിപ്റ്റ്. അതിന് മുന്നേ നമുക്കിവിടെ നമ്മുടെ സോഴ്സ് കോഡെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, src ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം.
SRC. സോ ഇതിനകത്തായിരിക്കും നമ്മുടെ സോഴ്സ് കോഡും കാര്യങ്ങളും സ്റ്റോർ ചെയ്യണത്. ബാക്കിയുള്ള കോൺഫിഗറേഷൻ ഫയല് കാര്യങ്ങളെല്ലാം SRC ഫോൾഡറിന് പുറത്തായിരിക്കും. അപ്പം ഇതിനകത്താണ് നമ്മുടെ എൻട്രി പോയിന്റ് ആയിട്ടുള്ള സെർവർ ഡോട്ട് JS നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പം നമുക്ക് സെർവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള കമാൻഡിൽ അത് കൊടുത്തേക്കാം. കമാൻഡിൽ നമ്മൾ നോഡ്മാൻ യൂസ് ചെയ്യുന്നുണ്ട്. നോഡ്മാൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ സെർവർ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൊഡ്യൂളാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാള് ഈ പ്രോജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് npm-g കൊടുത്തിട്ട് നോഡ്മോൺ കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം നോഡ്മോൺ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പാത്ത് കൊടുക്കാം. SRC ഫോൾഡറിനകത്ത് സെർവർ ഡോട്ട് JS ഇതായിരിക്കും ഡെവലപ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട്, അതിൽ നോഡ്മോണിൻ്റെ ആവശ്യമില്ല. നോഡ് SRC ഫോൾഡറിനകത്തുള്ള സെർവർ ഡോട്ട് JS. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എക്സ്പ്രസ് ആണ്. സോ എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. npm-i എക്സ്പ്രസ്. പിന്നെ ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാനും പിന്നെ സ്കീമയും വാലിഡേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോങ്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ODM ആണ് യൂസ് ചെയ്യണത്. സോ npm-i എക്സ്പ്രസ് മോങ്കൂസ്. ഇവിടെ നമ്മൾ സെർവർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 5000 എന്ന് പറഞ്ഞ പോർട്ടിലായിരിക്കും ഞാൻ റൺ ചെയ്യണത്. നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ ഫ്രണ്ട് എൻഡ് 3000-ൽ. പിന്നെ നമ്മുടെ MongoDB സെർവർ റൺ ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് 27017 എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ട് നമ്പറിലായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെർവർ റൺ ചെയ്യും. അതുപോലെ അതിനുശേഷം ഈ സെർവറിനെ നമ്മുടെ MongoDB സെർവറായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോങ്കൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലൈബ്രറി യൂസ് ചെയ്യണത്. സോ അപ്പോൾ നമ്മൾ SRC സെർവർ ഡോട്ട് JSലേക്ക് വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ട്, ആദ്യം എക്സ്പ്രസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ്, ദെൻ സെർവർ ക്രിയേറ്റ് ചെയ്യണം. കോൺസ്റ്റ്, ഇതൊക്കെ ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. എക്സ്പ്രസ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ആപ്പ് ഡോട്ട് ലിസൺ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അതിനകത്ത് ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് പോർട്ട് നമ്പർ 5000 കൊടുക്കുന്നു. രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് വൺസ് കണക്ട് ആയി കഴിയുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് ഒരു കൺസോൾ കൊടുക്കണം. സെർവർ റണ്ണിങ് ആയിട്ട് 5000 നോക്കാം. ഓക്കെ, നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എൻ്റെ സ്ക്രിപ്റ്റ് വരുന്നത് npm എന്ന് പറഞ്ഞിട്ട് npm run. ദെൻ നമ്മളിവിടെ കൊടുത്തേക്കണം പാക്കേജ് ഡോട്ട് JSON ഫയൽ കൊടുത്തേക്കുന്ന സ്ക്രിപ്റ്റ് ഏതാണ്? dev ആണ്. അത് കൊടുക്കാം dev. ദെൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സെർവർ റണ്ണിങ് ആയിട്ട് 5000 വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇതായിട്ടാണ് കൊടുക്കുന്നത്, ഹാർഡ് കോഡ് ചെയ്ത് കാണുന്നത്. ഇത് നമ്മുടെ പോർട്ട് നമ്പർ. അപ്പോൾ ഇത് ഡൈനാമിക് ആക്കാനും പിന്നെ ഇതുപോലെയുള്ള ക്രെഡൻഷ്യൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് .env ഫയൽ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ env ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. .env ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് .env ഇൻസ്റ്റാൾ ചെയ്യണം. npm-i .env ഇൻസ്റ്റാൾ ചെയ്യുന്നു. .env. ഓക്കെ, സോ .env ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് കൊടുക്കാം? .env ഫയലിനകത്ത് പോർട്ട് നമ്പർ കൊടുക്കാം. പോർട്ട് 5000 കൊടുക്കാണ്. 5000 കൊടുക്കുന്നു. പിന്നെ സെർവറിൽ വന്നിട്ട് നമുക്ക് ആദ്യം .env ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് .env ഫ്രം .env. ദെൻ ഇവിടെ നമുക്ക് കോൾ ചെയ്യണം. കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് .env അതിനകത്ത് ഒരു കോൺഫിഗ് മെത്തേഡ് ഉണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ .env ഫയൽ ഇവിടെ ഇൻജെക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു പോർട്ടിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാം. കോൺസ്റ്റ് പോർട്ട് പ്രോസസ് .env പോർട്ട് ഓർ ഇട്ടിട്ട് 5000 മാത്രം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ 5000 ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരമായിട്ട് പോർട്ട് എന്ന് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമ്മൾ ഡൈനാമിക് ആയിട്ട് മാറ്റാം. ദെൻ ടെംപ്ലേറ്റ് ലിറ്ററൽ യൂസ് ചെയ്യാണ്. സോ ഇവിടെ $curly ബ്രാക്കറ്റ് പോർട്ട് കൊടുക്കണം.
നമുക്കിത് റീസ്റ്റാർട്ട് ചെയ്യണം. npm run deo. സോ സെർവർ റണ്ണിങ് ആയിട്ട് 5000 എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ പിന്നെ ഇവിടെ ഇഞ്ചെക്ട് ചെയ്യണം, .env ഫയൽ ഇഞ്ചെക്ട് ചെയ്യണതിൻ്റെ ഒരു കൺസോൾ പോലെ വന്നിട്ടുണ്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ, റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്താൽ മതി. ക്വൈറ്റ് ട്രൂ ആയിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇപ്പം സെർവർ റണ്ണിങ് ആയിട്ട് 5000 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ സെർവറിനെ MongoDB സെർവറായിട്ട് കണക്ട് ചെയ്യണം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സെർവറിനെ ഡാറ്റാബേസ് സെർവറായിട്ട് കണക്ട് ചെയ്യണം. ഡാറ്റാബേസ് സെർവർ റൺ ആയതിനു ശേഷമായിരിക്കണം സെർവർ റൺ ആവേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ആദ്യമായി സെർവർ റൺ ആയ എന്താ പ്രശ്നം, ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. ഡാറ്റാബേസ് റണ്ണായി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ സെർവറിന് ആക്സസ് ചെയ്യാനുള്ള റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡാറ്റാബേസ് റൺ ആയതിനു ശേഷമായിരിക്കണം സെർവർ റൺ ആവേണ്ടത്. ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. src ഫോൾഡറിനകത്ത് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് കോൺഫിഗ് ഫോൾഡറിനകത്ത് db.js. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, മോങ്കൂസ് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് മോങ്കൂസ് ഫ്രം മോങ്കൂസ് കോൺസ്റ്റ് കണക്ട് db. അതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിരിക്കും. അസിങ്ക് ട്രൈ ക്യാച്ചിനകത്ത് എഴുതാം. ട്രൈ ക്യാച്ച് ഇത് എക്സ്പോർട്ട് ചെയ്തേക്കാം. എക്സ്പോർട്ട് ചെയ്യണത് എങ്ങനെയാണ്, എക്സ്പോർട്ട് ഡിഫോൾട്ട് കണക്ട് db. പിന്നെ ഇതിനകത്ത് ട്രൈക്കകത്ത് കണക്ട് ചെയ്യാനുള്ളത് അവൈറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നു. ദെൻ മോങ്കൂസ് ഡോട്ട് കണക്ട്. ഇതിനകത്തായിരിക്കും എന്ത് കണക്ഷൻ സ്ട്രിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്, ഇതിനകത്ത് .env ഫയലിനകത്ത്. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കാം മോങ്കോ URI. ഇതെങ്ങനെ വരുന്നത്, MongoDB. അതിൻ്റെ ഇത് വരുന്നത് MongoDB. സോ ഇവിടെ പറഞ്ഞാൽ MongoDB ലോക്കൽ ഹോസ്റ്റ്, പിന്നെ ബൈ ഡിഫോൾട്ട് 270.1.7 എന്ന് പറഞ്ഞ പോർട്ടിനകത്തായിരിക്കും നമ്മുടെ ഡാറ്റാബേസ് സെർവർ റൺ ആവുന്നത്. സോ അതിനകത്തുള്ള നമ്മുടെ ഡാറ്റാബേസിന് മെയിൻ CRMDB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ആവില്ല. ഇതിനകത്ത് എപ്പോഴാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും ഇതിൽ ഡാറ്റാബേസ് ക്രിയേറ്റഡ് ആവുന്നത്. process.env.mongo URI അതിലൂടെ കൊടുത്ത പേര് കൊടുത്തത് എങ്ങനെയായിരുന്നു, Mongo URI. ആ രീതിയിലാണ് കൊടുത്തത്. പിന്നെയുള്ളത് നമ്മളിവിടെ .env ഫയലിനകത്തുള്ള ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് .env ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എൻട്രി പോയിന്റ് ആയിട്ടുള്ള server.js തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. .env ഫയലിനകത്തുള്ള കോൺഫിഗ് മെത്തേഡ് നമ്മളിവിടെ ഗ്ലോബലായിട്ട് കോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ മറ്റുള്ള ഫയൽസിൽ പോയിട്ട് ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. .env ഇമ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്ത് നമുക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. വൺസ് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കൺസോൾ ചെയ്ത് വെച്ചേക്കാം. db കണക്റ്റഡ്. ഇവിടെ എററിൽ db കണക്ഷൻ ഫെയിൽഡ്. പിന്നെ വേറെ വരുന്നത് process.exit കൊടുത്തേക്കാം. ഇത് കൊടുക്കുന്നത് ഡാറ്റാബേസ് കണക്ട് ആയില്ലെങ്കിൽ നമ്മുടെ സെർവർ റൺ ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് process.exit മെത്തേഡ് യൂസ് ചെയ്യണത്. അതിനകത്ത് 1 എന്ന് പറഞ്ഞിട്ട് അത് പാസ് ചെയ്യാം. ഇനി ഇത് ഇവിടെ യൂസ് ചെയ്യണം, ഇവിടെ server.js വന്നിട്ട് ഇവിടെ യൂസ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഡാറ്റാബേസ് റൺ ആയതിനു ശേഷമായിരിക്കണം സെർവർ റൺ ആവേണ്ടത്. സോ അതുകൊണ്ട് നമുക്കൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് ആ ഫംഗ്ഷനകത്തായിരിക്കും ഇതിൻ്റെ ഡാറ്റാബേസ് കോൾ ചെയ്യണതും സെർവർ റൺ ചെയ്യണതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു ഫംഗ്ഷൻ നമുക്ക് ഇവിടെ അസിൻക്രണസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. കോൺസ്റ്റ് സെർവർ
സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. സെർവർ സ്റ്റാർട്ട് അസിങ്ക് എന്നിട്ട് ഇത് ഇവിടെ കോളും ചെയ്യണം. സെർവർ സ്റ്റാർട്ട് കോൾ ചെയ്യുന്നു. എന്നിട്ട് ഇത് നമുക്ക് ഇതിനകത്തേക്ക് എടുത്തിടാം. സെർവർ റൺ ചെയ്യാനുള്ള കോഡ് ഇവിടെ ഇതിനകത്തേക്ക് ഇടാണ്. അതിന് മുന്നേ ട്രൈ ക്യാച്ച് കൊടുത്തേക്കാം. ട്രൈ ക്യാച്ച് എന്നിട്ട് ട്രൈയിൽ ഇത് നമ്മൾ പേസ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഡാറ്റാബേസ് കോൾ ചെയ്യണം. അതിനുശേഷം ആയിരിക്കണം സെർവർ റൺ ചെയ്യേണ്ടത്. സോ എവേറ്റ് അവിടെ നമ്മൾ കൊടുത്ത പേരെന്തായിരുന്നു? DBയിൽ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് കണക്ട് DB എന്ന് പറഞ്ഞിട്ടാണ്. സോ ഇവിടെ വന്നിട്ട് കണക്ട് DB നമുക്കിവിടെ കോൾ ചെയ്യാം. കോൾ ചെയ്യുന്ന സമയത്ത് കണക്ട് DB ഇവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കോൾ ചെയ്യണത്. ഇവിടെ നമുക്ക് console.error കൊടുത്തേക്കാം. എറർ സോ ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. cannot find a module src config db. സോ ഇവിടെ നമ്മൾ എപ്പോഴും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡോട്ട് എക്സ്റ്റൻഷൻ വരാറില്ല. അതുകൊണ്ട് അങ്ങനെ എറർ വരാണെങ്കിൽ ഇവിടെ വന്നിട്ട് എക്സ്റ്റൻഷൻ ആഡ് ചെയ്താൽ മതി, db.js. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് എങ്ങനെയാണ്, ആദ്യം ഡാറ്റാബേസ് കണക്റ്റഡ് ആയിട്ടുണ്ട്, പിന്നെയാണ് സെർവർ റൺ ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെർവർ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്സസ് ചെയ്യാനുള്ള ഡാറ്റാബേസിൽ നിന്ന് റിസോഴ്സസ് ആക്സസ് ചെയ്യാനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സെർവർ റൺ ചെയ്യുന്നതും ഡാറ്റാബേസായിട്ട് കണക്ട് ചെയ്യുന്നതും. ഓക്കെ, ഇനി അടുത്ത എപ്പിസോഡ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.